രാഹുൽ ഗാന്ധി പോലും പറയുന്നു പിണറായി സർക്കാരിന്റെ കേരളം നമ്പർ 1 ആണെന്ന്. ദേശീയ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ ഇടത് സർക്കാരിന്റെ കേരളത്തെക്കുറിച്ച് നേരത്തെ വയനാട് MP കൂടിയായിരുന്ന രാഹുൽ 10 വർഷത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ കേൾക്കണം. Would you say that decentralization has been good for India? In certain spaces, yes. I mean, it's again not a magic wand. There are certain spaces where decentralization has worked very effectively. So, for example, one of our most productive, effective states politically is Kerala, where we have an extremely decentralized political system. And they have very good healthcare, they have very good education system that is. സതീശന സംഘമൊക്കെ ഇനി കേരളത്തെ എത്ര ഇകഴ്ത്താൻ ശ്രമിച്ചാലും ഈ നാടിന്റെ വികസനത്തെക്കുറിച്ച് എത്ര കള്ളം പറഞ്ഞാലും സത്യം ഇങ്ങനെ ചിലരിലൂടെ പുറത്തു വരും. ഇപ്പോ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രതികരണം പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും സതീശൻ ഇനി രാഹുൽ ഗാന്ധിയും തള്ളിപ്പറയേണ്ടി വരും. രാഹുൽ ഗാന്ധി പറയുന്നത് പച്ച കള്ളമാണെന്ന് പറയേണ്ടി വരും. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെല്ലാം വലിയ പ്രശ്നമാണെന്ന് പറയുമ്പോൾ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയെല്ലാം മികച്ച നിലവാരത്തിലാണെന്നും അത് അവർ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും രാഹുൽ ഗാന്ധി തന്നെ തുറന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോ പിണറായി വിജയനുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണോ ആ പറയുന്നത്, അതോ ഇനി പിണറായി വിജയൻ പറയിച്ച അഭിമുഖമാണെന്ന് ഇനി ആർക്കെങ്കിലും പറയേണ്ടി വരുമോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാർ ആകെ അവതാളത്തിലായ അവസ്ഥയാണ്. കാര്യം ഇലക്ഷൻ അടുത്ത് നിൽക്കെ കേരളം വളരെ മോശമാണെന്ന് പ്രചരിപ്പിക്കുകയും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ തന്നെ നേരത്തെ കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന കോൺഗ്രസ് സർക്കാരിലെ മന്ത്രിയും ഇപ്പോൾ രാഹുൽ ഗാന്ധിയും തന്നെ ഈ വിഷയം തുറന്നു പറയുമ്പോൾ അത് പിണറായി സർക്കാരിനുള്ള പൊൻതൂവലായി മാറുകയാണ്. പിണറായി സർക്കാരിന് വേണ്ടി അവർ പണിയെടുക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരും തന്നെ ഈ സംസ്ഥാനത്തിന്റെ വികസനത്തെക്കുറിച്ചും ഈ നാട് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നേടിയ മാറ്റത്തെക്കുറിച്ചെല്ലാം തുറന്നു പറയുകയാണ്. സ്വാഭാവികമായിട്ടും ഈ സർക്കാരിന്റെ ബ്രാൻഡ് അംബാസഡറായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും കർണാടകയിലെ മന്ത്രിമാരൊക്കെയായി മാറുമ്പോൾ 10 പൈസ ചെലവില്ലാതെ വലിയ PR വർക്കാണ് സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പുറം ലോകത്തേക്ക് എത്തുന്നത്. ഈ നാട്ടിലുള്ള ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് വ്യാജ പ്രചരണങ്ങൾക്കപ്പുറം രാഹുൽ ഗാന്ധി പോലും ഇവിടെ 5 വർഷം MP ആയി തുടർന്നു പോയതിനു ശേഷം അദ്ദേഹത്തിന് പോലും ഈ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ഈ നാടിന്റെ മാറ്റവും കണ്ട് ദേശീയ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ യാഥാർത്ഥ്യം മനസ്സ് തുറന്ന് പറയേണ്ട അവസ്ഥയാണ്. എന്തായാലും ആ ഒരു തുറന്നു പറച്ചൽ രാജ്യത്ത് ഏറ്റവും പ്രൊഡക്റ്റീവ് സ്റ്റേറ്റ് കേരളമാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് ഈ സർക്കാരിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അഭിനന്ദനമായി മാറുകയാണ്. ഇത്രയും ദിവസം കേരളത്തിലുള്ള പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്ന കഥകൾ മുഴുവൻ ഇതോടുകൂടി റദ്ദാക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.